പ്രശാന്തം ഈ ഭവനം ശാന്തിനികേതനം ദേവാലയം ശാന്തിനികേതനം ഈ സദനം ശാന്തപ്രശാന്തം ദേവാലയം ശാന്തപ്രശാന്തം ഈ ഭവനം ശാന്തിനികേതനം ദേവാലയം ശാന്തിനികേതനം ഈ സദനം ശാന്തപ്രശാന്തം ദേവാലയം. കരളിനു കുളിർമയതേകിടും സ്വർഗപിതാവിൻ തിരുവചനം കരളിനു കുളിർമയതേകിടും സ്വർഗപിതാവിൻ തിരുവചനം മധുരിമ പകരും സന്ദേശം കേൾക്കുകയെന്തോരാനന്ദം കേൾക്കുകയെന്തോരാനന്ദം ശാന്തപ്രശാന്തം ഈ ഭവനം ശാന്തിനികേതനം ദേവാലയം ശാന്തിനികേതനം ഈ സദനം ശാന്തപ്രശാന്തം ദേവാലയം. രക്ഷകനീശോ വാണരുളും സംപൂജിതമാം സദനമിതിൽ രക്ഷകനീശോ വാണരുളും സംപൂജിതമാം സദനമിതിൽ സന്തതമീശനുമൊന്നായി വാസമതല്ലോ സൗഭാഗ്യം വാസമതല്ലോ സൗഭാഗ്യം
ശാന്തം ഈ ഭവനം ശാന്തിനികേതനം ദേവാലയം ശാന്തിനികേതനം ഈ സദനം ശാന്തപ്രശാന്തം ദേവാലയം. സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ഞാനുമെൻ്റെ നാഥനെ താൻ നോക്കി വാഴുന്നു നോക്കി വാഴുന്നു. സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ഞാനുമെൻ്റെ നാഥനെ താൻ നോക്കി വാഴുന്നു നോക്കി വാഴുന്നു. സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ഞാനുമെൻ്റെ നാഥനെ താൻ നോക്കി വാഴുന്നു നോക്കി വാഴുന്നു. കരുണയോടെ അവനെ നോക്കും നയനമെത്ര ശോഭനം കരുണയോടെ അവനെ നോക്കും നയനമെത്ര ശോഭനം അവന് താങ്ങും തണലുമായ കൈകള് പാവനം അവനു താങ്ങും തണലുമായ കൈകള് പാവനം എത്ര പാവനം.
സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ഞാനുമെന്റെ നാഥനെ താൻ നോക്കി വാഴുന്നു, നോക്കി വാഴുന്നു. ലളിതമായ ജീവിതം ഞാൻ നിന്നിലല്ലോ കാണുന്നു, ലളിതമായ ജീവിതം ഞാൻ നിന്നിലല്ലോ കാണുന്നു, മഹിതമായ സ്നേഹവും ഞാൻ കണ്ടിടും മഹിതമായ സ്നേഹവും ഞാൻ കണ്ടിടും കണ്ടിടും നിന്നിൽ. സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ഞാനുമെന്റെ നാഥനെ താൻ നോക്കി വാഴുന്നു, നോക്കി വാഴുന്നു. ദൈവമേ നിൻമുഖം കാണുവാനായി നിൻമൊഴി ഞാനൊന്നു കേൾക്കുവാനായി, ദൈവമേ നിൻമുഖം കാണുവാനായി നിൻമൊഴി ഞാനൊന്നു കേൾക്കുവാനായി, നിൻ ദിവ്യകാന്തിയിൽ മുങ്ങുവാനായി മോഹിച്ചു ദാഹിച്ചു കാത്തിരിപ്പൂ, മോഹിച്ചു ദാഹിച്ചു കാത്തിരിപ്പൂ. ദൈവമേ നിൻമുഖം കാണുവാനായി നിൻമൊഴി ഞാനൊന്നു കേൾക്കുവാനായി. നിൻ കാന്തി മന്നിതിൽ ചിന്തിടുമ്പോ പൂങ്കാവ് പുഞ്ചിരി തൂകിടുന്നു, നിൻ കാന്തി മന്നിതിൽ ചിന്തിടുമ്പോ പൂങ്കാവ് പുഞ്ചിരി തൂകിടുന്നു, പങ്കിളി പാടി പറന്നിടുന്നു, സർവവും നിന്നെ പുകഴ്ത്തിടുന്നു, പങ്കിളി പാടി പറന്നിടുന്നു, സർവവും നിന്നെ പുകഴ്ത്തിടുന്നു. ദൈവമേ നിൻമുഖം കാണുവാനായി നിൻമൊഴി ഞാനൊന്നു കേൾക്കുവാനായി.
മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഭവനത്തിൽ വസിക്കുമാറാകണമേ. ഇതിലുള്ള സകലത്തെയും അനുഗ്രഹിക്കണമേ. ഇതിന്റെ വരലുകൾ നിന്റെ വിശുദ്ധനാമത്തിന്റെ മഹത്വത്തിനും നീതിയുടെ സംരക്ഷണത്തിനുമായിരിക്കണമേ. നിങ്ങൾ നിന്നുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് ഇതിനെ അഭിവൃദ്ധിപ്പെടുത്തണമേ. ഇതിൽ വസിക്കുന്നവർക്ക് മുഖപ്രസാദം നൽകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലം മുഴുവനും തങ്ങളുടെ രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങൾ തന്നെയും അപേക്ഷിക്കണം. പാപികൾക്കായി തുറന്നിരിക്കുന്ന കരുണയുടെ വാതിലും മരണമുള്ളവരെ ജീവിപ്പിച്ച ജീവന്റെ തുറമുഖവും അശുദ്ധന്മാരെ ശുദ്ധീകരിക്കുന്ന വെടിപ്പാക്കുന്ന സോപ്പായും മാലിന്യമുള്ളവരെ വെളുപ്പിച്ചെന്ന് കൊലമാക്കുന്ന തളിപ്പുമായിരിക്കണം മെശിയാതമ്പുരാന്. അവന് വാഴിന്റെ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും യോഗ്യമായിരിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കൈക്കൊള്ളുന്നവനും യാചകർ നൽകുന്നവനുമായ ദൈവമായ കർത്താവേ, ആദ്യ കടിഞ്ഞൂലായ ഹാബേലിന്റെ കാഴ്ച കൈക്കൊണ്ടതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഹാനോക്ക് തന്റെ ശുശ്രൂഷയിൽ നിന്നെ പ്രസാദിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷ നിന്നെ പ്രസാദിപ്പിക്കുമാറാകണമേ. നീതിമാനായ ഹാനോക്കിന്റെ യാഗത്താൽ നീ പ്രസാദിച്ചതുപോലെ ഞങ്ങളുടെ അതിരങ്ങളുടെ ഫലത്തിൽ നീ പ്രസാദിക്കണമേ. നിന്റെ സ്നേഹിതനായ ഞങ്ങളുടെ പിതാവായ അബ്രഹാമിന്റെ വിശ്വാസം നിനക്ക് സന്തോഷമായതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് സന്തോഷകരമായിരിക്കണമേ. നീതിമാനായ യോബിന്റെ അടുക്കൽ നിന്ന് ദുഷ്ടനായവൻ രചിച്ചു പോയതുപോലെ ഈ വീടിന്റെ ശത്രുവായ ദുഷ്ടൻ ലഭിക്കുമാറാകണമേ. ശ്രേഷ്ഠ പുരോഹിതനായ ആഗ്രഹത്തിന്റെ സുഹൃത്താൽ ഇസ്രായേൽ ജനത്തിൽ നിന്ന് വസ്തു നിരോധിക്കപ്പെട്ടതുപോലെ അതിനാ ശിക്ഷകളും കോപത്തിന്റെ ഓടികളും ഞങ്ങളിൽ നിന്ന് വിരോധിക്കപ്പെടുമാറാകണമേ. പുരോഹിതനായ സകലയായുടെ ശുശ്രൂഷയെങ്കിലും നിന്റെ പ്രസംഗനായ യോഹന്നാനെ പറ്റി അവന് പ്രത്യാശ ഉണ്ടാക്കിയതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ജീവന്റെയും രക്ഷയുടെയും പ്രത്യാശ ഉണ്ടാകുമാറാകണമേ. ചുങ്കക്കാരനായ സക്കായിയോട് ക്ഷമിച്ചതുപോലെ നിന്റെ തിരുവചനത്താൽ നിങ്ങളുടെ പാവങ്ങളെ പരിഹരിക്കണമേ. ഭാഗ്യവാന്മാരായ സ്ത്രീകന്മാരുടെ പ്രധാനിയായ കൊണ്ടതുപോലെ അനേക പാവങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. അപാവിയായിരുന്ന സ്ത്രീയുടെ കുറ്റങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അനേക കുറ്റങ്ങളെ ക്ഷമിക്കണമേ. ആ സ്ത്രീ അവരുടെ വിഷമകരമായ വേദനകളിൽ നിന്ന് സ്വസ്ഥത പ്രാപിച്ചതിനും മാതൃമായ ആദ്യത്തെ നിത്യമായ കണ്ണ് ഞങ്ങളുടെ മേൽ ഭക്ഷിക്കുമാറാകണമേ. ഓടിച്ചതുപോലെ ശക്തിയെ ഞങ്ങൾ ദൂരത്താക്കണമേ. ഉത്കൃഷ്ട പുരുഷനായ ദാനിയേലിനെ നൽകിയതുപോലെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ജയം നൽകണമേ.
കത്തുന്ന അഗ്നിയോടെ വെച്ച് അനായാമുലായുടെ ബന്ധനങ്ങൾ നീ അഴിച്ചതുപോലെ ദുഷ്ടവിശാചികളുടെ ബന്ധനങ്ങളെ ഞങ്ങൾ നിന്ന് അഴിക്കണമേ. നിന്റെ പട്ടക്കാരൻ ശൂഷന്മാർ നിന്റെ യുദ്ധം ചെയ്ത് നിറവേറ്റുവാനും നിന്റെ സ്വർഗീയ ഭണ്ഡാരത്തിന്മേലോ സത്യമുള്ളവരായിരിക്കാനും നിന്റെ തിരുവചനം പോലെ ഭയത്തോടെ നിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്പ്പാനും നിന്റെ വിശുദ്ധ വഴികളിൽ നടപ്പാനും കർത്തസമ്മതവും ജീവപ്രദവുമായ നിന്റെ കൽപ്പനകളെ ആചരിക്കാനും അവർക്ക് കൃപ വേണമേ. കോടതി ഭവനത്തിനു വേണ്ടിയും പാർക്കുന്നവർക്ക് വേണ്ടിയും അനുഗ്രഹങ്ങളും കരുണയോട് ഞങ്ങൾ യാചിക്കുന്നു. താവേ സമയത്ത് നിന്റെ അടിയാരായ ഞങ്ങളുടെ പ്രാർത്ഥന തിരുത്തലിൽ പ്രവേശിക്കുമാറാകണമേ. ഈ ഭവനത്തെ ഭാവിച്ച് ഇത് വർദ്ധിക്കുന്നവർ ജയത്തോടെ രക്ഷിക്കപ്പെടുകയും നിന്റെ കുഞ്ഞാടുകൾ നിന്റെ സ്ഥലങ്ങളിൽ മേയുകയും നിന്റെ പെണ്ണാടുകളിൽ നിന്ന് നന്മകൾ കൊണ്ട് തൃപ്തിപ്പെടുകയും ഞങ്ങളെല്ലാവർക്കും നിന്ന് കരുണ ലഭിക്കുകയും ചെയ്യുമാറാകണമേ. ഭാവികളോട് കരുണയുള്ളവരും അനുതാപികളിൽ ഇഷ്ടമുള്ളവനുമായ കർത്താവേ, നിരന്തരമായ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി പോലെ ഞങ്ങളോട് ദയതോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ, ഇതിനുള്ള ഉണ്ടായിരുന്ന പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധവും ഞങ്ങൾ കരയേക്കും ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മുടക്കരുതേ നിൻ സേവകരിൽ പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ നിന്ന് എന്നാൽ വിശ്വസിച്ചവരുടെ കൂട്ടുകാരമനസ്സേ വിചാരമുള്ളവരായിരുന്നു. അവരിലൊരുത്തനും അവനവനുണ്ടായിരുന്ന സമ്പാദ്യങ്ങളെ കുറിച്ച് സ്വന്തമെന്ന് പറഞ്ഞിരുന്നില്ല. അവർക്കുണ്ടായിരുന്ന സകലവും പൊതുവിലയായിരുന്നു. സ്ലീഹന്മാർ മഹാശക്തിയോട് സ്ലീഹൻ ഈശോ മിശിഹായുടെ പുനരുത്ഥാനത്തെ കുറിച്ച് സാക്ഷീകരിച്ചിരുന്നു. അവരെല്ലാവരും കൂടെ വലിയ കൃപയുണ്ടായിരുന്നു. അവരിൽ മുട്ടുള്ളവൻ ആരും ഉണ്ടായിരുന്നില്ല. നിലങ്ങളോ വീടുകളോ സമ്പാദ്യമായിട്ടുണ്ടായിരുന്നവർ അവയെ വിറ്റ് വിൽക്കുന്നതിന്റെ വില കൊണ്ടുവന്ന് സ്ത്രീഹന്മാരുടെ കാട്ടിൽ വെച്ചിരുന്നു. ഓരോരുത്തരും ആവശ്യമുള്ളതുപോലെ കൊടുക്കപ്പെട്ടിരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സഹോദരന്മാരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശുദേവൻ കേരിയോന്റെ ദൈവത്തിന് ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന വിശുദ്ധ ലൂക്കോസ് എവൻഗേലിസ്തിന് ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. കന്യമറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. ഈശോ തമ്പുരാൻ യെരിഹോവിൽ പ്രവേശിച്ച് കടന്നു പോകുമ്പോൾ ധനവാനും ചുങ്കക്കാരിൽ പ്രധാനമായി സക്കായ് എന്നു പേരുള്ള ഒരു പുരുഷൻ ഈശോ തമ്പുരാൻ എങ്ങനെയുള്ളവെന്ന് കാണാൻ ആഗ്രഹിച്ചിരുന്നു. സക്കായ് ശരീര വളർച്ചയിൽ കുറിയവനായിരുന്നുകൊണ്ട് പുരുഷാരം നിമിത്തം അവന് കഴിഞ്ഞില്ല.
താൻ ആ വഴി കടന്നു പോകേണ്ടിയിരുന്നത് കൊണ്ട് അവൻ ഓടി. ഈശോ തമ്പുരാൻ മുമ്പിൽ കടന്ന് അവനെ കാണാനായിട്ട് ഒരു കാട്ടത്തി വൃക്ഷത്തിൽ കയറി. ഈശോ തമ്പുരാൻ ആ സ്ഥലത്ത് വന്നപ്പോൾ അവനെ കണ്ടവനോട്, സക്കായി, വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നരുളി ചെയ്തു. അവൻ വേഗം ഇറങ്ങി വന്ന് സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. എന്നാൽ അവരെല്ലാവരും ഇത് കണ്ടപ്പോൾ ഭാവിയായ മനുഷ്യന്റെ അടുക്കൽ അകത്തിയെന്ന് പാർത്തു എന്ന് പുറത്തു പറഞ്ഞു. എന്നാൽ സക്കായി ഈശോ തമ്പുരാനോട്, ഇതാ എന്റെ സമ്പാദ്യങ്ങളിൽ പകുതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. ഞാൻ അന്യായമായി എടുത്തിട്ടുള്ളതൊന്ന് 4 മടങ്ങായി തിരികെ കൊടുക്കുന്നെന്ന് ഉണർത്തിച്ചു. ഈശോ തമ്പുരാനോട്, ഇവരും അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഇന്ന് ഈ വീട്ടിൽ രക്ഷയുണ്ടായി. എന്തുകൊണ്ടെന്നാൽ മനുഷ്യപുത്രൻ കാണാതെ പോയതിനെ അന്വേഷിച്ച് ജീവിപ്പിക്കാൻ വന്നു എന്നരുളി ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നന്മകളഖിലം മനുഷ്യർക്കായി ദാനം ചെയ്തും സ്വർഗവായുകളയച്ചും അരുളുന്നൊരു കർത്തൻ ഈ വീടിനെയും വാസികളെയും വാഴ്ത്തുമാറ. ഇവരുടെ മേൽ കൃപയെ രാജൻ താന്നിതിൽ പ്രവേശിച്ച് തൻവലം കൈയാലെല്ലാം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ കർത്താവിശ്വാം നിൻ കൃപയോട് നിന്ദാനങ്ങളെ ഞങ്ങൾ മേൽ അയച്ചിടണമേ. ഇടച്ചവരാതെ നിൻ വഴി തന്നെ നടന്നിടുവാൻ നിന്നവന് സത്യവിശ്വാസത്തോട് തന്നെ നോക്കി വിളിക്കുന്ന എല്ലാവരോടും ഉത്തരമെഴുതുന്ന ദൈവങ്ങളുടെ ദൈവവും കർത്താക്കന്മാരുടെ കർത്താവുമായുള്ളവയും ഈ ഭവനമായ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ ശ്രേഷ്ഠതയുടെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും സ്തോത്രങ്ങളും കൈക്കൊള്ളണമെന്ന് നിന്റെ കന്യോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ മണ്ണും ചാരവുമാകുന്നതും നിന്റെ കൃപയും സഹായം കൊണ്ടല്ലാതെ സ്വയമായി യാതൊന്നും ചെയ്ത് പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ലെന്നും നിന്റെ ഏറ്റവും ചെറുതായിരിക്കുന്ന കൃപ പോലും പ്രാപിപ്പാൻ ഞങ്ങൾ അർഹതയില്ലാത്തവരായിരിക്കെ നിന്റെ ബഹുലമായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ നീ വർഷിപ്പിക്കുന്നു എന്നും നിന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ധന്യമായ വായുകൾ ഞങ്ങൾക്ക് അയച്ചു തരുന്നു എന്നും പ്രയാസങ്ങളുടെ ഈ ലോകത്തിൽ നീ ഞങ്ങളെ നടത്തുന്നു എന്നും തിരുസന്നിധിയിൽ ഞങ്ങൾ ഏറ്റുപറഞ്ഞുകൊള്ളുന്നു. മനസ്സല്ലിയുള്ളവനും മനുഷ്യ സ്നേഹമുള്ളവനുമായ കർത്താവേ, ഈ വീട് പണിയുന്നതിന് ഇതിന്റെ ഉടമസ്ഥന് നീ ചെയ്ത എല്ലാ സഹായങ്ങൾക്ക് വേണ്ടിയും അതിനെ ഇത്രത്തോളം പൂർത്തിയാക്കുന്നതിന് അവനെ നീ ശക്തിപ്പെടുത്തുകയും അവന്റെ സകല പ്രവൃത്തികൾ അവനെ നീ താങ്ങുകയും എല്ലാ പെരുമാറ്റങ്ങളിൽ ഇതുവരെ അവനെ നടത്തുകയും ചെയ്തതിനു വേണ്ടിയും വന്യവും വിശുദ്ധവുമായ നിന്റെ തിരുനാമത്തിൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ വീട് പണിയുന്നില്ല എങ്കിൽ അതിന്റെ പണിക്കാർ വൃഥാധ്വാനം ചെയ്യുന്നു എന്നും നീ പട്ടണം കാത്തുകൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ കാവൽക്കാർ വൃഥാജാഗരണം ചെയ്യുന്നു എന്നും ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കുന്ന നിന്റെ ശക്തിയുള്ള വലം കൈ എല്ലായ്പ്പോഴും ഓർത്തുകൊള്ളുവാനും നിങ്ങൾ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന സർവ്വനന്മകൾക്ക് വേണ്ടി നിന്നോട് നന്ദിയുള്ളവരായിരിക്കാനും നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. സക്കായുടെ വീട്ടിൽ പ്രവേശിച്ച ഇവൻ അബ്രഹാമിന്റെ മകനാകൊണ്ട് ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി എന്ന് അരുളി ചെയ്ത ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായേ, ഈ ഭവനത്തിൽ വസിക്കുന്നവരോടുകൂടെ നീ ഉണ്ടായിരിക്കണമേ. അവരെ നിന്റെ മക്കളും നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരുമാക്കി തീർക്കണമേ. ഈ വീടിനെയും ഇതിൽ വസിക്കുന്നവരെയും കൃപയും കരുണയും നിറഞ്ഞിരിക്കുന്ന വലങ്കൈ ആവസിപ്പിച്ച് അനുഗ്രഹിക്കണമേ. നന്മയും അനുഗ്രഹങ്ങളും ആശ്വാസം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. സകല ദുഷ്ടപെരുമാറ്റങ്ങളെ ഇവരിൽ നിന്ന് തള്ളിക്കളയണമേ. ഇവർക്ക് സൗഖ്യവും ആരോഗ്യവും നൽകുമാറാകണമേ.
വൈഷമ്യമുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രയാസമുള്ള എല്ലാ പരീക്ഷകളിൽ നിന്നും ആകൽ കരുത്തായ എല്ലാ കൗശലങ്ങളിൽ നിന്ന് ഇവരെ രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ കണ്ണയുടെ കണ്ണാൽ ഈ വാസസ്ഥലത്തെയും ഇതിൽ പാർക്കുന്നവരെയും കടാക്ഷിച്ചവരോട് കരുണ ചെയ്യണമേ. ഇവരിൽ നിന്ന് നിന്റെ നോട്ടം വിടാതെ രാപകൽ നിന്റെ ചിറയിൻ കീഴിൽ ഇവരെ മറച്ചുകൊള്ളണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ ലോകത്തിൽ ആശ്വാസപൂർവമായി ജീവിതം ചെയ്യുവാനും വരുവാനിരിക്കുന്ന ലോകത്തിൽ നിന്നെ സ്നേഹിച്ച പരിശുദ്ധന്മാരോടുകൂടെ മഹത്വമുള്ളവയും നിശ്ചയതയുള്ളതുമായ നിന്റെ വാസസ്ഥലങ്ങളിൽ വസിപ്പാനും ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി സ്തോത്രം ഞങ്ങൾക്ക് ഏറ്റവായതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഈ ഭവനം ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ ശ്ലീബായുടെ അടയാളത്താൽ മുദ്രയിടപ്പെടുന്നതിനായി എന്നേക്കും ഒന്നായിരിക്കുന്ന തിരുനാമത്തിൽ വേർതിരിക്കപ്പെട്ടതും വിശുദ്ധീകരിക്കപ്പെട്ടതും അനുഗ്രഹിക്കപ്പെട്ടതുമായിരിക്കുന്നു. ഭസ്മദാപം വധു റൂഹായോ കാദിശലഹായദല കർത്താവിന് എന്നോടുകൂടെ ദൈവത്തിന്റെ ഏകപുത്രനും സത്യവിശ്വാസികൾക്ക് ബലമുള്ള കോട്ടയായി പിശാചുക്കൾക്ക് ഭയങ്കരമായതും മാലാഹമാർക്ക് ബഹുമാനമുള്ളതുമായ ദൈവപുത്രന്റെ വന്യമായ ശ്ലീബ രാപ്പകൽ നിങ്ങളെ കാത്തു മറച്ചുകൊള്ളുമാറാകട്ടെ. ദുഷ്ടമനുഷ്യരുടെ കോപത്തിൽ നിന്നും പിശാചുക്കളുടെയും അവിശ്വാസികളുടെയും അസൂയയിൽ നിന്നും
കരുണയില്ലാത്ത യജമാനന്മാരുടെ കൈകളിൽ നിന്നും രഹസ്യവും പരസ്യവുമായ സകല ശത്രുക്കളിൽ നിന്നും ആത്മാവിനെയും ശരീരത്തെയും ക്ലേശിപ്പിക്കുന്ന ദുർവികാരത്തിൽ നിന്നും പാപത്തിന്റെ എല്ലാ ശക്തിയിൽ നിന്നും കർത്താവ് നിങ്ങളെ വിടുവിച്ച് വീണ്ടെടുത്ത് നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ബലഹീനതയും കുറവുമുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതമായ നിരസിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകണമേ. ആമേൻ. കുടുംബം ദേവാലയം, ദൈവം വസിക്കുന്ന പുണ്യാലയം, ഒരുമയിലുണരും ഹൃദയങ്ങൾ പണിയും ഒരു പുണ്യ ദേവാലയം കുടുംബം. ക്രൈസ്തവ കുടുംബം ദേവാലയം, ദൈവം വസിക്കുന്ന പുണ്യാലയം, ഒരുമയിലുണരും ഹൃദയങ്ങൾ പണിയും ഒരു പുണ്യ ദേവാലയം കുടുംബം. ക്രൈസ്തവ കുടുംബം ദേവാലയം. ക്ഷേത്രത്തിൽ ഒളിമിന്നി നിൽക്കുന്ന അണയാവിളക്കല്ലോ സ്നേഹം. ഈ പുണ്യക്ഷേത്രത്തിൽ ഒളിമിന്നി നിൽക്കുന്ന അണയാവിളക്കല്ലോ സ്നേഹം. ദിവ്യശോഭയിൽ ജീവിതം പുലരുമ്പോൾ ഈശ്വര സാന്നിധ്യം തുടിച്ചു നിൽക്കും ഇവിടെ. ഈശ്വര സാന്നിധ്യം തുടിച്ചു നിൽക്കും. ക്രൈസ്തവ കുടുംബം ദേവാലയം, ദൈവം വസിക്കുന്ന പുണ്യാലയം, ഒരുമയിലുണരും ഹൃദയങ്ങൾ പണിയും ഒരു പുണ്യ ദേവാലയം കുടുംബം. ക്രൈസ്തവ കുടുംബം ദേവാലയം. ആഹാ, ഇത് മാള ഒരു കുട്ടിയേ ഉള്ളൂ. മോളുടെ പേരെന്നാ? ഇവിടെ നിങ്ങളുടെ കൂടാണോ അതോ ഇവിടെയാണ്? ആണോ? അത് കഴിഞ്ഞ് ഇപ്പൊ എവിടെ? ഇപ്പൊ എവിടെ പഠിക്കുന്നത്? സെന്റ് മേരീസ്. ആ, നിങ്ങളുടെ അച്ഛനൊക്കെ സുഖമാണോ? അച്ഛനെ കാണൂ. അവിടെ ഒരു അമ്മയും കൂടി ഇല്ലേ? ആ, അച്ഛനാണോ അമ്മയാണോ? നല്ലേ, അത് പറയാൻ പോണേ പറഞ്ഞിട്ട്. ഇപ്പൊ നമ്മള് വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. നമ്മൾ പറഞ്ഞാല് അവസ്ഥ
ഈ ഉടുപ്പൊക്കെ എവിടുന്ന് കിട്ടി? അവിടെ അച്ഛൻ തന്നാ? പിന്നെ എവിടുന്ന് കിട്ടി? മൂലിയ കേമ ഉടുപ്പാണ്. അച്ഛന് പോലും ഇത്രയും ഉടുപ്പില്ല, അമ്മയ്ക്കുണ്ട് ഇത്രയും ഉടുപ്പ് അല്ലേ? ഉണ്ടോ? പിന്നെ ഇത് എവിടുന്ന് കിട്ടി? പറയത്തില്ല, രഹസ്യമായാലും മറ്റൊരു ഈ കുഞ്ഞോ ആണോ? മറ്റൊരു മറ്റേ അതാണോ അനിയത്തി? ചങ്ങനാശ്ശേരി വലിയ സ്ഥലമാണല്ലോ. അവിടെയാണ് ഈ ആളിനെ അവിടെ ആ ഒരു പെൺകുട്ടിയെ കൊന്നത്. എവിടെ വെച്ചാ അവരെ കൊന്നെ? എറണാകുളം ഇങ്ങോട്ടുള്ള റൂട്ടിലാണ്. ഇപ്പൊ എന്തായിട്ടൊരു നല്ല കഥയൊക്കെ ഉണ്ട്. മറ്റൊരു കഥ മെനഞ്ഞോട്ട് വരുന്നു. കള്ളക്കടത്തുമായിട്ട് ഈ മയക്കുമരുന്നിന്റെ അതിലേതായാലും ഒരു അക്രമിയാണ്. നിങ്ങളും മസ്കറ്റിലാണോ ജോലി ചെയ്യുന്നത്? ഓ, ഭാര്യ ഭർത്താവിന്റെ രണ്ടിടത്തായല്ലേ? മറ്റേ സഹോദരിമാരെന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ ആള് എവിടെയാ വിവാഹം കഴിച്ചിരിക്കുന്നത്? ചേട്ടയ്ക്ക് ഭർത്താവ് എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യാ? കർണാടക. അവിടെ എവിടെ? അവിടെ ഗണേശ് കൂടി. കാർവാറിൽ ഞാൻ അങ്കോലയിൽ വളരെ കാർവാറിൽ നമ്മുടെ ഇപ്പോഴത്തെ ഞങ്ങൾ താമസിക്കുന്ന ഇപ്പോഴത്തെ വീടില്ല. അവിടെ എന്ത് ചെയ്യാ? ആ, മൂന്നാമത്തെ ആള് എന്ത് ചെയ്യുന്നു? എവിടെയാ? നാഗാല വലിയ സ്ഥലമാണല്ലോ. വലിയ വലിയ സ്ഥലമാണ് അല്ലേ? മനോഹരമായ സ്ഥലമാണ്. ഇപ്പോഴും കുഴപ്പമുണ്ടോ? പിന്നെ ഞാൻ ഈ രാഷ്ട്രീയ മറ്റേ ഒളിവുകാരുടെ ഇപ്പോഴും ഉണ്ടോ? കൂടുതൽ ആണോ? അതെനിക്കറിയാൻ വയ്യായിരുന്നു. ഈ ആലയത്തിൽ നിർമ്മല ബലിയായി അർപ്പിതമാകുന്നു ജീവിതങ്ങൾ. ഈ ആലയത്തിൽ നിർമ്മല ബലിയായി അർപ്പിതമാകുന്നു ജീവിതങ്ങൾ. അവിരാമമിവിടെ തുടരുമിയർപ്പണം ദൈവകൃപാവരം പൊഴിച്ചിടുന്നു. ദൈവം സംപ്രീതനായി വസിച്ചിടുന്നു. ക്രൈസ്തവ കുടുംബം ദേവാലയം, ദൈവം വസിക്കുന്ന പുണ്യാലയം. ഒരുമയിലുണരും ഹൃദയങ്ങൾ പണിയും ഒരു പുണ്യദേവാലയം കുടുംബം. ക്രൈസ്തവ കുടുംബം